ഈ ശരിക്കും പറയാം ആക്ടേഴ്സിന്റെ ഒരു വാലിഡേഷൻ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ ഇപ്പം സിംബുവിന്റെ അടുത്ത് ഫസ്റ്റ് നറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷൻ സിനിമയല്ലേ. ഇപ്പൊ വീണത്താണ്ടി വരുവായ്ക്ക് മുമ്പ് ആ സമയത്ത് സിംബു സജസ്റ്റ് നമുക്കൊരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് സിനിമ ചെയ്യാം. അങ്ങനെയാണ് എൻറ്റയർലി അത് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഇപ്പം ആക്ടേഴ്സ് പറയുന്ന ഒരു സജഷനും അല്ലെങ്കിൽ അവരുടെ ഒരു വാലിഡേഷൻ ശരിക്കും എത്രമാത്രം ഈ മോൾ പ്രോസസ്സിനെ മാറ്റി മറിക്കുന്നത്. No, unless it doesn't change drastically. സിംബു അങ്ങനെയല്ല. സിംബു വെണ്ണിത്താണ്ടി വരുക മഹേഷ് ബാബുവിന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. ആൻഡ് സിംബുവും ഞാനും ഇങ്ങനെ മീറ്റ് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഡിസ്കഷൻ വാസ് ഹാപ്പനിങ് ഓൺ ദ അതർ സൈഡ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ ഹി റിയലി ലൈക്ഡ് ഇറ്റ്. ഞാൻ വിചാരിച്ചു സിംബു ഒരു മാസ് കമേഴ്ഷ്യൽ ഫിലിമാണ് എക്സ്പെക്ട് ചെയ്യുക ആൻഡ് ദാറ്റ്സ് വാട്ട് ഹി വിൽ വാണ്ട് എന്ന് പറഞ്ഞു. മഹേഷ് ബാബുവിൻ്റെ അടുത്ത് അതാണ് പറഞ്ഞത്, ഇതിൽ ആക്ഷനേ ഇല്ല, നമ്മളൊരു ആക്ഷൻ ഫിലിമാണ് ചെയ്യണം, ഈ ഓഡിയൻസിന് എക്സ്പെക്ടേഷനൊക്കെ അങ്ങനെ ആയിരിക്കും, ഇത് ലവ് സ്റ്റോറിയാണ്, ഇതിൽ ഫൈറ്റും ഇല്ല, അപ്പോൾ ഇത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. മേ ബി ഹി ഹാഡ് ഹിസ് ഓൺ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതായിരിക്കും സിംബുവും പറയാമെന്ന് വിചാരിച്ച് ഞാനൊരു ന്യൂ കമറിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ പടം. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു സിംബുവിനെ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ട് ഈ കഥ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഹെസിറ്റൻ്റ് ആയിട്ടാണ് ആ മീറ്റിംഗ് പോയത് തന്നെ. സിംബു ഇഷ്ടപ്പെടില്ല, ഇതിൽ ഒന്നുമില്ല എന്നാണ് ഞാൻ പോയത്. പക്ഷെ സിംബു ഇത് പിടിച്ചു. இல்லை பிரதர் இதில் நான் ஒன்று பண்ணுறேன், நம்ம ஸ்டைல் எதுவுமே இதில் வேண்டாம், உங்கள் ஸ்டைலுக்கு நான் வந்துடுறேன், நீங்கள் என்ன சொல்கிறீங்களோ அப்படி பண்ணுறேன்னு